ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബട്ടർ ചിക്കനാണ്. ചപ്പാത്തിയുടെ കൂടെയും ബട്ടർ നാൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായി 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി നല്ലപോലെ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈരിന് പകരം ഒരു നാരങ്ങയുടെ പകുതിയുടെ നീര് ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് അരമണിക്കൂർ മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ചിക്കൻ നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള വേണമെന്നുണ്ടെങ്കിൽ നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒരുവിധം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കണം കേട്ടോ. തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്കതിലേക്ക് 1/4 കപ്പ് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. 2-3 മിനിറ്റ് ടൈമെങ്കിലും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കാശ്മീരി ചില്ലി പൗഡറിന് പകരം സാധാരണ ചില്ലി പൗഡറാണ് എടുക്കുന്നതെങ്കിൽ എരിവിനനുസരിച്ച് ഒരു 1-1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റ് ടൈം ഇതുപോലെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് ഗ്രേവിയൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ അരമണിക്കൂറായി മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ, ഓയിൽ തന്നെയാണ് എടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് അങ്ങ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് ടൈം തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ചിക്കൻ ഒരുവിധം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. 1-2 മിനിറ്റ് ടൈം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കിയ ഗ്രേവി തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം അടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു അരിപ്പ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഈ വേസ്റ്റ് നമുക്ക് മാറ്റാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് തിള വരുമ്പോഴേക്കും നമുക്കൊന്ന് മൂടി വയ്ക്കാം.
ഒരു 10 മിനിറ്റ് ടൈം നമ്മൾ ഇതുപോലെ ഒന്ന് മൂടി വയ്ക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി കൈകൊണ്ടൊന്ന് തിരുമിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകട്ടെ ഈ കറി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻസിൽ അറിയിക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ.